നമസ്കാരം, എല്ലാവർക്കും രശ്മി സൈൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ പകുതി വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം നീളത്തിലൊന്ന് മുറിക്കുക. എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. എന്നിട്ടൊന്ന് കൊത്തിയരിഞ്ഞ് എടുത്താൽ മതി. ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് പച്ചടിക്ക് വേണ്ടിയിട്ട് പൈനാപ്പിൾ മുറിച്ചെടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ ഉപ്പും ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പൈനാപ്പിൾ വേവാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിലൊന്ന് 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 4 വിസിലടിക്കുകയാണെങ്കിൽ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി വെന്തിട്ടില്ലെങ്കിൽ പൈനാപ്പിൾ വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പൈനാപ്പിൾ വെന്ത് വരുമ്പോഴേക്കും പച്ചടിക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇപ്പോൾ അരപ്പ് ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിക്കാനായി വെച്ചിരുന്ന പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പൈനാപ്പിൾ വെന്തോന്നൊന്ന് നോക്കുക. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് പൈനാപ്പിൾ ഒന്നും കൂടി ഒന്ന് തുറന്നു വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പൈനാപ്പിളിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. പഞ്ചസാരയിൽ കിടന്നിട്ട് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വരണ്ടു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിലെ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തേങ്ങേൻ്റെ ആ പച്ച സ്വാദൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വെള്ളം അങ്ങ് വറ്റിച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത്. 1/2 കപ്പ് തൈര് എടുത്തിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒറ്റത്തവണയൊന്ന് അടിച്ചിട്ട് അതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നേരമായിട്ട് അടിച്ചിട്ട് മോര് പോലെ ആക്കിയിട്ട് ഒഴിക്കരുത്. അതുപോലെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൈനാപ്പിൾ പുളിശ്ശേരി പോലെ ആയി പോകും. പച്ചടി ഇച്ചിരി കുറുകിയാണ് ഇരിക്കുക. അതുകൊണ്ട് തൈര് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് വറുത്തിടണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് മൂടി വെക്കാം. കടുക് വറുത്തതിൻ്റെ ആ ഫ്ലേവറൊക്കെ കറിയിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പച്ചടിയാണിത്. ഇരിക്കും തോറും ഇതിൻ്റെ രുചി കൂടുതലായിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് പച്ചടി തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.